ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനുള്ള സഞ്ചാരികളെ പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും. ഇതിൽ ഒരാൾ മലയാളിയാണെന്നാണ് സൂചന. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടക്കുന്ന പരിപാടിയിലാണ് പ്രഖ്യാപനം. ബഹിരാകാശ മേഖലയിൽ 1800 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയാണ് ഗഗൻയാൻ. 4 യാത്രികരെ ബഹിരാകാശത്തെത്തിച്ച് 3 ദിവസത്തിനു ശേഷം സുരക്ഷിതമായി തിരികെ ഭൂമിയിലെത്തിക്കുക എന്നതാണ് ഗഗൻയാൻ ദൗത്യം. ഇതിനുവേണ്ടിയുള്ള തുടർച്ചയായ പരീക്ഷണങ്ങൾ ISRO കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ദൗത്യത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് പേരുവിവരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ബഹിരാകാശ യാത്രികരിൽ ഒരാൾ മലയാളിയാണെന്നും സൂചനയുണ്ട്. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ബ്രഹ്മപ്രകാശ് കോംപ്ലക്സിൽ ഗഗൻയാൻ ഇന്റഗ്രേഷൻ ഫെസിലിറ്റിയിൽ വെച്ചായിരിക്കും പ്രഖ്യാപനം നടത്തുക. ബഹിരാകാശ മേഖലയിൽ 1800 കോടി രൂപയുടെ 3 പ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. VSSCയിലെ പുതിയ ട്രൈസോണിക് വിൻഡ് ടണൽ, മഹേന്ദ്രഗിരി പ്രോപ്പൽഷൻ കോംപ്ലക്സിലെ സെമി ക്രയോജനിക് എഞ്ചിൻ സ്റ്റേജ് പരീക്ഷണ സംവിധാനം, ശ്രീഹരിക്കോട്ടയിലെ പുതിയ PSLV ഇന്റഗ്രേഷൻ ഫെസിലിറ്റി എന്നിവയാണ് ഉദ്ഘാടനം ചെയ്യുക. 170 മീറ്റർ നീളവും 1.2 മീറ്റർ വ്യാസവുമുള്ള ട്രസോണിക് വിൻഡ് ടണലിൽ ശബ്ദത്തിന്റെ 4 മടങ്ങ് വരെ വേഗതയിലുള്ള സഞ്ചാര സാഹചര്യം വരെ പുനഃസൃഷ്ടിക്കാനാകും. രാജ്യത്തെ ഇത്തരത്തിലുള്ള ആദ്യ സംവിധാനമാണിത്. പുതുതലമുറ റോക്കറ്റുകളുടെ രൂപകൽപ്പനയിൽ ഈ വിൻഡ് ടണൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്.